എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തിലോ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ആയിട്ടുള്ള ജോബിന് വേണ്ടിയിട്ട് നഴ്സിംഗ് ഓഫീസർ എന്നുള്ള ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നഴ്സസിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സീരീസിന്റെ 2ാമത്തെ ദിവസത്തിലോട്ടാണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ഉള്ള ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അത് ആദ്യം കാണുക. ആ ഒരു ഓർഡർ വൈസ് തന്നെ കണ്ടുപോകുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാംസിന്, അതൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാം ആയാലും സെൻട്രൽ ഗവൺമെൻറ് എക്സാം ആയാലും ഏത് എക്സാംസ് ആയാലും മെയിനായിട്ട് ചോദിച്ചു വരുന്ന ടോപ്പിക്സ് കൂടെ ഇതിനൊപ്പം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു. കാരണം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് ഡിസ്കസ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഇത്രത്തോളം ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കുന്നത്, എങ്ങനെയാണ് ആ 4 ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ കറക്റ്റ് ഓപ്ഷനിൽ എത്തിച്ചേരേണ്ടത്, ഈ വക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഡെഫിനറ്റ്ലി തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ നമ്മുടെ ഇതുപോലെയുള്ള MCQസിലോട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻസിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിൽ നമുക്ക് കറക്റ്റ് പോയിന്റിൽ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. സ്റ്റിൽ അവിടെ തിയറി പഠിക്കുന്നതിനൊപ്പം നിങ്ങൾ MCQസ് പ്രാക്ടീസ് ചെയ്യുകയും വേണം. അപ്പോൾ നമ്മുടെ മെയിനായിട്ട് കറൻ്റ്ലി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ നടക്കുന്നത് സോണ്ടേഴ്സിൻ്റെ ഒരു എൻഗ്ലെക്സ് ആർ സീരീസ് നടക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ DHS മെയിനായിട്ട് DHS നോർസെറ്റ് 11 പിന്നെ നിംഹാൻസ് അപ്കമിങ് എക്സാംസ് ആണ്. 3 അപ്കമിങ് എക്സാംസ് ആണ്. നമ്മുടെ നിംഹാൻസും നോർസെറ്റും എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് കിട്ടാൻ പോകുന്നത്. DHS എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലുള്ള ഹോസ്പിറ്റലിൽ ഉള്ള നഴ്സിംഗ് ഓഫീസർ വേക്കൻസിയാണ് അവിടെ നമുക്ക് ജോബായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് താല്പര്യമുള്ളവരെല്ലാം ഈ ക്ലാസ് കാണുക. ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓരോ ക്വസ്റ്റ്യനും ആൻസർ നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഇവിടെ പറയുന്ന എക്സ്പ്ലനേഷൻ ആ ഒരു ആൻസർ നിങ്ങൾക്ക് കണ്ടെത്താൻ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ്സിൽ നമ്മുടെ നഴ്സിംഗ് ഓഫീസർ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നഴ്സസിന്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ക്ലാസ്സസ് ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് ഇന്ററാക്ട് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഓൺ എ ഡയറക്റ്റ് ആൻഡ് പേഴ്സണൽ ബേസിസ് ഈസ് നോൺ എസ്. ഏത് സബ്ജക്റ്റിൽ ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്ന സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അതിനുള്ളിലുള്ള ഒരു ടോപ്പിക്കാണിത്. അതായത് നമ്മുടെ അവിടെ സോഷ്യൽ ഗ്രൂപ്പ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. 1, 2, 3 ഒന്നും അല്ല, ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലെ സൊസൈറ്റിയിലെ പലതരത്തിലുള്ള ഗ്രൂപ്പ്സിനെ കുറിച്ച് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും സോഷ്യോളജിയിൽ ഈ ഗ്രൂപ്പ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ഇവിടെ നമ്മൾ ഫോർമൽ ഗ്രൂപ്പ്, ലാർജ് ഗ്രൂപ്പ്, പ്രൈമറി ഗ്രൂപ്പ്, റെഫറൻസ് ഗ്രൂപ്പ് എന്നുള്ള 4 ഓപ്ഷൻസ് ആണ് കണ്ടതെങ്കിലും ഇത് മാത്രമല്ല ഇനി ഒരുപാട് ടൈപ്സ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നും എന്താണ്, അതിൻ്റെ പേര് മാത്രമല്ല അതിൻ്റെ ഡെഫിനിഷൻ ഉൾപ്പെടെ അതിൻ്റെ അർത്ഥം എന്താണ്, ഡെഫിനിഷൻ നിങ്ങൾ അതുപോലെ വേർഡിങ്സ് അറിയേണ്ട, ബട്ട് അതിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ആ ഒരു മീനിങ് അല്ലെങ്കിൽ ആ ഒരു ഡെഫിനിഷൻ ആയിരിക്കും എപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അത് എന്താണെന്നുള്ളത് ഓപ്ഷനിലും കാണും. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഇൻഡിവിജ്വൽസ് ഇൻട്രാക്ട് ചെയ്യുന്നു. ഡയറക്റ്റ് ബേസിസിലോ അല്ലെങ്കിൽ പേഴ്സണൽ ബേസിസിലോ ലോങ് പീരീഡ് നീണ്ട കാലയളവിൽ ആളുകൾ ഇൻട്രാക്ട് ചെയ്യുന്ന ഗ്രൂപ്പ്, അതിനെ എന്ത് പറയുന്നു? ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുമോ, ലാർജ് ഗ്രൂപ്പ് എന്ന് പറയുമോ, പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുമോ, റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ടൈപ്സ് ക്ലാസിഫിക്കേഷൻ നോക്കാം. അതായത് നമ്മൾ സോഷ്യോളജി പഠിക്കുമ്പോൾ കൂടുതൽ നമ്മൾ റെഫർ ചെയ്യുന്നത് ക്ലെമൻ്റ് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതുകൂടാതെ നീരജ KP നീരജ ഒരു സോഷ്യോളജി ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. പിന്നെ അതുപോലെ ശ്രീവാണി മാമിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് സോഷ്യോളജി. അപ്പോൾ മെയിനായിട്ട് ഈ 3 ബുക്കുകളാണ് നമ്മൾ സോഷ്യോളജിക്ക് റെഫർ ചെയ്യുന്നത്. ഒരുപാട് ബുക്സ് ഉണ്ടെങ്കിലും നമ്മുടെ ഒരു BSc നഴ്സിംഗ് ലെവലിൽ പഠിക്കാൻ ഈ 3 ബുക്ക് തന്നെ ധാരാളമാണ്. ഒരിക്കലും നിങ്ങൾ ഒരു ബുക്ക് മാത്രമായിട്ട് പഠിക്കരുത്. ഒരു ബുക്ക് റെഫർ ചെയ്യാനും ഒരു ബുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും അഡീഷണൽ കണ്ടൻസ് എടുക്കാനും ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ട്യൂഷന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്നത് ക്ലെമൻറ്റും പിന്നെ അതുകൂടാതെ ശ്രീവാണി
ഈ പറഞ്ഞ നീരജ, ഈ 3 ബുക്കുകളിൽ നിന്നാണ് കണ്ടൻസ്ഡ് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരു ചാർട്ട് കാണാം. ഇതിൽ പലതരത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പ്സ്, അതായത് പല ക്ലാസിഫിക്കേഷൻ, പലതരത്തിലുള്ള ബേസ് ചെയ്ത്, പല ക്രൈറ്റീരിയാസ് ബേസ് ചെയ്ത് നമ്മുടെ സൊസൈറ്റിയിലുള്ള പലതരത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് സിമ്പിൾ മീനിങ് മാത്രമേ ഈ ചാർട്ടിനകത്തുള്ളൂ, പക്ഷെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യണം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഇവിടെ ഫസ്റ്റ് നോക്കൂ, ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, എത്ര ആൾക്കാർ ആ ഒരു ഗ്രൂപ്പിനകത്ത് ഉണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ദാറ്റ് ഈസ് സ്മോൾ ഗ്രൂപ്പ്സ് ആൻഡ് ലാർജ് ഗ്രൂപ്പ്സ്. നമ്മുടെ ഓപ്ഷനിലുള്ള ഒരു ഓപ്ഷൻ എന്തായിരുന്നു? നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസുകളിൽ ഒന്ന് ലാർജ് ഗ്രൂപ്പ് എന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ നോക്കൂ. ആളുകളുടെ എണ്ണം കുറവാണ്, അതായത് ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സ്മോൾ ഗ്രൂപ്പ്. അവിടെ ആളുകളുടെ എണ്ണം കുറവാണ്. എന്നാൽ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു മതം, ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു ജില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ട് അല്ലേ. ദർ വിൽ ബി നമ്പർ ഓഫ് മെമ്പേഴ്സ് ആർ മോർ അല്ലേ. അങ്ങനെയുള്ള ഗ്രൂപ്പിനെ എന്ത് പറയുന്നു? ലാർജ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലോങ് ടൈം, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോങ് ടൈമിലുള്ള ഡയറക്റ്റോ പേഴ്സണൽ ബേസിസ് ഉള്ള ഇൻട്രാക്ഷൻ, ഇൻഡിവിജ്വൽസിന്റെ ഇൻട്രാക്ഷൻ, ആ ഒരു ഗ്രൂപ്പിനെ എന്ത് പറയുന്നു. അപ്പോൾ ഇവിടുത്തെ ലാർജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ എണ്ണം കൂടുതലാണ് എന്ന് മാത്രമേ ഒരു അർത്ഥമുള്ളൂ. സോ ഈ ഒരു ബി എന്ന ഓപ്ഷൻ നമ്മളിവിടെ വേണ്ടാന്ന് വെച്ചു. ഇനി നമുക്ക് അടുത്ത ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ഇൻട്രസ്റ്റ്, ഓരോ വ്യക്തിയുടെ താല്പര്യം അനുസരിച്ച്, ഇൻട്രസ്റ്റ് അനുസരിച്ച്. അവിടെ 2 തരത്തിലുള്ള ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് ഫോർമൽ ഗ്രൂപ്പ്, മറ്റൊന്ന് ഇൻഫോർമൽ ഗ്രൂപ്പ്. ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ദർ വിൽ ബി ലാക്ക് ഓഫ് ഇൻറ്റിമസി ഇൻ ദ ഗ്രൂപ്പ്. ആ ഒരു എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. നമ്മളൊരു ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു കൂട്ടായ്മയും നമുക്കൊരു സഹകരണവും സ്നേഹവും സെപ്പറേറ്റ് ഫീലും ഒക്കെ അവിടെ ഉണ്ടാകും. എന്നാൽ ചില ഗ്രൂപ്പുകളിൽ, ഇപ്പോൾ എക്സാമ്പിൾ കോളേജ്, പൊളിറ്റിക്കൽ പാർട്ടി, അവിടെ പരസ്പരമുള്ള ഇൻറ്റിമസി കുറവായിരിക്കും. അവിടെ ജസ്റ്റ് എന്തായിരിക്കും, അതൊരു ഫോർമൽ റിലേഷൻഷിപ്പ് മാത്രമായിരിക്കും ആ ഗ്രൂപ്പിനകത്ത് ഉള്ളത്. അതിനനുസരിച്ചിട്ടാണ് അത് ഫോർമൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നത്. അടുത്തത് എന്താണ്? ഇൻഫോർമൽ ഗ്രൂപ്പ്. അതായത് അവിടെ നമുക്ക് എപ്പോഴും ഒരു ഫീലിംഗ്, ഒരു ഇൻറ്റൻസ് ഫീലിംഗ്, ആ ഓരോ മെമ്പേഴ്സും തമ്മിൽ എന്താ ഒരു ഇൻറ്റൻസ് ഫീലിംഗ് നമുക്കുണ്ടാകും. നമ്മുടെ അയൽക്കാർ, നമ്മുടെ വാർഡ് സ്റ്റാഫ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ് എന്നുള്ള ഒരു ക്ലോസ് റിലേഷൻ ഫീലിംഗ് അവിടെ ഉണ്ടാകും. അത്തരത്തിലുള്ള പക്ഷേ ഇൻഫോർമൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ, ഗ്രൂപ്പ് ആർ 2 ടൈപ്സ്. ഒന്ന് ഫോർമൽ ഗ്രൂപ്പും മറ്റൊന്ന് ഇൻഫോർമൽ ഗ്രൂപ്പ്. നമുക്കവിടെ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഫോർമൽ ഗ്രൂപ്പാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഹിയർ നമുക്ക് ആ ഒരു മീനിങ് അല്ല ക്വസ്റ്റ്യനിൽ വരുന്നത്. ലോങ് ടൈമിലുള്ള റിലേഷൻഷിപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആ ഒരു മീനിങ് വരുന്നില്ല. സോ ഇതും തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് മനസ്സിലായി. എയും ബിയും കറക്റ്റ് ഓപ്ഷൻ അല്ല. ഇനി നമുക്ക് മൂന്നാമത് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് പെർമനൻസി, അതായത് എത്ര നാള് ആ ഗ്രൂപ്പ് നിലനിൽക്കുന്നു, ടെമ്പററി ആണോ പെർമനന്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണോ എന്നതിനനുസരിച്ച് മെയിനായിട്ട് ഗ്രൂപ്പ്സ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഇൻ ഗ്രൂപ്പ് എന്നും ഔട്ട് ഗ്രൂപ്പ് എന്നും പറയും. ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി, നമ്മുടെ നാഷൻ, നമ്മുടെ രാജ്യം എന്നുള്ളൊരു സ്ഥിരതയുള്ളതാണ്. നമ്മുടെ രാജ്യം, നമ്മൾ ജനിച്ച രാജ്യം, ദാറ്റ് ഈസ് അവർ നേഷൻ. അല്ലെങ്കിൽ നമ്മളുടെ വീട്, നമ്മൾ ജനിച്ച വീട്, അത് നമ്മുടെ ഫാമിലി. എന്നും എത്രയൊക്കെ സാഹചര്യങ്ങൾ എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യവും നമ്മുടെ ഫാമിലി ഒരിക്കലും അവിടെ മാറുന്നില്ല. സോ ഇറ്റ്സ് എ പെർമനന്റ് ഗ്രൂപ്പ്. അതാണ് ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്നാൽ അവിടെ നമുക്ക് ആ ഒരു പെർമനൻസി ഇല്ല, ടെമ്പററി ആയിട്ടുള്ള ദോസ് ഗ്രൂപ്പ്സ് വിച്ച് ആർ നോട്ട് അവേഴ്സ്, നമ്മുടേതല്ലാത്തത്. അതായത് അനദർ നേഷൻ, USA അല്ലെങ്കിൽ ജപ്പാൻ അല്ലെങ്കിൽ അങ്ങനെ മറ്റൊരു രാജ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അവേഴ്സ്, നമ്മൾ അതിനകത്തൊരു അംഗമേ അല്ല, നമ്മുടേതേ അല്ല, അത് മറ്റൊരു ഗ്രൂപ്പാണ്. അങ്ങനെ വരുന്നത് ഔട്ട് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. സോ നൗ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് മീൻ ബൈ ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്. നെക്സ്റ്റ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ, അവരുടെ പ്രവർത്തനം അനുസരിച്ച്, ഫങ്ഷൻ അനുസരിച്ച് ഗ്രൂപ്പിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണ്? വോളണ്ടറി ഗ്രൂപ്പ് എന്നും ഇൻവോളണ്ടറി ഗ്രൂപ്പ്. അതായത് ഓരോരുത്തരുടെ അവരുടെ ആഗ്രഹപ്രകാരമുള്ള ഗ്രൂപ്പാണെങ്കിൽ ക്ലബ്ബ്, മ്യൂസിക് ഗ്രൂപ്പ്, ഇതെല്ലാം ആരും നിർബന്ധിച്ചാലും ഉൾപ്പെടുത്തുന്നതല്ല. വോളണ്ടറിലി ദേ ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് ഗ്രൂപ്പ്. ദാറ്റ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് വോളണ്ടറി ഗ്രൂപ്പ്. ഇനി സപ്പോസ് നമ്മുടെ മറ്റ് സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ അവിടെ അംഗമാകുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഗ്രൂപ്പിനെ ഇൻവോളണ്ടറി ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ട്രേഡ് യൂണിയൻ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു ഓപ്ഷൻസ് ഒന്നും അവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ മീനിങ്സ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ്,
ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ്, ആ ഒരു പ്രവർത്തനം അനുസരിച്ച് ഗ്രൂപ്പ് പലതരം തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, റെഫറൻസ് ഗ്രൂപ്പ്. റെഫറൻസ് ഗ്രൂപ്പ് ഈസ് ഫോംഡ് ഓൺ ദ ബേസിസ്, റോബർട്ട് കെ മെർട്ടൺ ഹാസ് ഡിസ്ക്രൈബ് ദാറ്റ് ഗ്രൂപ്പ് ആസ് എ റെഫറൻസ് ഗ്രൂപ്പ് ഇൻ വിച്ച് പേഴ്സൺ ഈസ് നോട്ട് എ മെമ്പർ ബട്ട് ആസ്പയർസ് ടു ബി എ മെമ്പർ. അതായത് പെർഫോമൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ, അതിൽ എക്സാമ്പിൾ റെഫറൻസ് ഗ്രൂപ്പാണ്. അതായത് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആക്ച്വലി ഈ പറയുന്ന ആൾ ഈ ഗ്രൂപ്പിലുള്ള മെമ്പർ അല്ല, പക്ഷെ ആ ഒരു മെമ്പർ ആയിട്ട് ആ ഒരു താൽക്കാലികമായിട്ട് ആ ഒരു മെമ്പർഷിപ്പിലോട്ട് എത്തുന്നു, അതിനെ ആസ്പയർ ടു ബി മെമ്പർ അതുപോലെ ആക്ട് ചെയ്യുന്നു, അതിനെയാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മീനിങ് ആണോ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? അല്ല. അതുകൊണ്ട് നമ്മുടെ നാലാമത്തെ ഓപ്ഷനും അവിടെ റോങ് ആയി മാറി. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. സ്റ്റിൽ നമുക്ക് പ്രൈമറി ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് റിലേഷൻഷിപ്പ്, ആ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അനുസരിച്ച് ഗ്രൂപ്പിനെ പ്രൈമറി ഗ്രൂപ്പ് എന്നും സെക്കൻഡറി ഗ്രൂപ്പ് എന്നും തിരിച്ചിട്ടുണ്ട്. എങ്കിൽ അങ്ങനെയാണെങ്കിൽ പ്രൈമറി ഗ്രൂപ്പ് എന്താണ്? പ്രൈമറി ഗ്രൂപ്പ്സ് ആർ ദോസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻറ്റിമേറ്റ്, ക്ലോസ് ആയിട്ടുള്ള ഫേസ് ടു ഫേസ് അസോസിയേഷൻ ആൻഡ് കോപ്പറേഷൻ. Primarily in several senses and functional in forming the social nature and ideals of the individual. Simplest way of describing these groups that they involve sort of sympathy and mutual identification. We will be having we feeling in that. അതായത് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടോ അധികം ആൾക്കാർ തമ്മിൽ ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, പേഴ്സണൽ ആയിട്ടുള്ള, കൊഹിസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാകുന്നു. ദാറ്റ് വിൽ ബി ഫോർ ലോങ് ടൈം. അല്ല, ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ലോങ് ടൈം ആയിരിക്കും. എന്നാൽ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ, സെക്കൻഡറി ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് കാഷ്വൽ ആയിട്ടുള്ള, ഇംപേഴ്സണൽ ആയിട്ടുള്ള, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അവിടെ ഇല്ല, ഇംപേഴ്സണൽ ആയിട്ടുള്ള കാഷ്വൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഗ്രൂപ്പിൽ വരുന്നതെങ്കിൽ അവിടെ ഇൻറ്റിമസി അവിടെ ഇല്ല. പരസ്പരം അതിലുള്ള ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിൽ പരസ്പരം ഒരു ഇൻറ്റിമസി ഇല്ല. അത്തരത്തിലുള്ള ഗ്രൂപ്പിനെയാണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ കറക്റ്റ്, യുവർ ആൻസർ ഈസ് പ്രൈമറി ഗ്രൂപ്പ്. നിങ്ങൾ തന്നെ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചില്ലേ? അതായത് നമുക്ക് 4 ഓപ്ഷൻസ് വരുമ്പോൾ അതിൽ നമുക്ക് എലിമിനേഷൻ, ഡയറക്റ്റ്ലി നമുക്ക് ആൻസർ കിട്ടിയില്ല എങ്കിലും, ഇനി ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിലും നമ്മൾ ബാക്കിയുള്ള 3 ഓപ്ഷൻസ് തെറ്റാണ് എന്ന് ഉറപ്പ് വരുത്തി വേണം. ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ പ്രൈമറി ഗ്രൂപ്പാണ്. സ്റ്റിൽ വി ഷുഡ് ക്രോസ് ചെക്ക് അതർ 3 ഓപ്ഷൻസ് ആർ നോട്ട് മാച്ചിങ് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ കറക്റ്റ് ഓപ്ഷൻ നമ്മൾ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇവിടെ ഫോർമൽ ഗ്രൂപ്പും അല്ല, ലാർജ് ഗ്രൂപ്പും അല്ല, റെഫറൻസ് ഗ്രൂപ്പും അല്ല. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൈമറി ഗ്രൂപ്പാണ്. സോ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. ഫ്രീക്വൻലി ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാറുമുണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ, സ്പ്രെഡ് ഓഫ് വൺസ് കൾച്ചറൽ പ്രാക്ടീസസ്, ബിലീവ്സ് or items among members of the same culture or different cultures around the world is known as. അതായത് ഒരു വ്യക്തിയുടെ കൾച്ചറൽ പ്രാക്ടീസസ്, നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ സംസ്കാരവും നമ്മുടെ രീതികളും നമ്മുടെ വിശ്വാസങ്ങളും ഒക്കെ നമ്മൾ നമ്മുടെ കൾച്ചറിനുള്ളിലുള്ള മെമ്പേഴ്സിലോ അല്ലെങ്കിൽ മറ്റു കൾച്ചറിലുള്ള ആൾക്കാരിലോട്ടോ സ്പ്രെഡ് ചെയ്യുന്നു, അവരിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നു. ലോകത്തിലുള്ള നമ്മുടെ കൾച്ചറിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ മറ്റു വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറിലുള്ള ആൾക്കാരിലോട്ട് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ എന്താണ് പറയുന്നത്? കൾച്ചറൽ ട്രാൻസ്മിഷൻ എന്ന് പറയുമോ, കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുമോ, കൾച്ചറൽ ഇൻവെൻഷൻ എന്ന് പറയുമോ, കൾച്ചറൽ യൂണിഫോമിറ്റി എന്ന് പറയുമോ? ഇതിന്റെ ആൻസർ പറയുന്ന മുമ്പേ നമുക്കൊന്ന് ചെറിയൊരു കണ്ടന്റിലോട്ട് പോകാം. കൾച്ചറൽ ഡിഫ്യൂഷൻ എന്താണ്? ആ ഒരു ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ, കൾച്ചറൽ ഡിഫ്യൂഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് കൾച്ചറൽ പ്രാക്ടീസസ്, ബിലീഫ്സ് ഓർ ഓബ്ജെക്ട്സ് spread from one group of people to another, either within the same society or across different cultures worldwide. This process often occurs through migration, trade, communication. What is meant by cultural diffusion? കൾച്ചറൽ ഡിഫ്യൂഷൻ എന്താണെന്ന് പറയുന്നത്, നമ്മുടെ കൾച്ചർ പ്രാക്ടീസസ്, നമ്മുടെ ബിലീഫ്സും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ഓബ്ജക്ട്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു ഗ്രൂപ്പിലോ ഉള്ള ആൾക്കാരിലോട്ടോ അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിലുള്ള ആൾക്കാരിലോട്ടോ സ്പ്രെഡ് ചെയ്യുന്നതിന്, ലോകമെമ്പാടുമുള്ള ആൾക്കാരിൽ നമ്മളിലുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരിലോട്ടോ സ്പ്രെഡ് ചെയ്യുന്നതിന് എന്ത് പറയുന്നു? കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കിട്ടിയില്ലേ? കറക്റ്റ് ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി, കൾച്ചറൽ ഡിഫ്യൂഷൻ. ഓക്കെ, എന്താണ് പറയുന്നത് ഇവിടെ? സ്പ്രെഡ് ഓഫ് cultural practices to our group or some other group. This process is known as cultural diffusion. Okay, next 13ാമത്തെ question.
മറ്റൊരു ചാപ്റ്ററാണ് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് പോലെ, സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് പോലെ സോഷ്യോളജിയിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ച എസ്സേസ് ഒരുപാട് എഴുതി കൂട്ടിയ ചാപ്റ്ററാണ് ഫാമിലി ആൻഡ് മാരേജ്. രണ്ട് ടോപ്പിക്കും ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാംസിന്, സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസ് ആയാലും ഇനി യൂണിവേഴ്സിറ്റി എക്സാംസ് ആയാലും ഒക്കെ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ഫാമിലി ആൻഡ് മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഫാമിലി എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അറേഞ്ച് the stages of family cycle in chronological sequences. ഫാമിലി സൈക്കിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫാമിലി സൈക്കിളിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ സ്റ്റേജസ് കൃത്യമായിട്ട് ഏതാണ്? ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 4 പറഞ്ഞിരിക്കുന്നത് ഫാമിലി സൈക്കിളിൻ്റെ സ്റ്റേജസ് തന്നെയാണ്, 4ലും പറഞ്ഞിരിക്കുന്നത് സ്റ്റേജസ് തന്നെയാണ്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഇൻ ദ കറക്റ്റ് ഓർഡർ. ഓൺലി വൺ ഈസ് കറക്റ്റ് ഓർഡർ. ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് നോക്കാം. ഓപ്ഷൻ എ ഫോർമേഷൻ, എക്സ്റ്റൻഷൻ, കൺട്രാക്ഷൻ, complete extension, complete contraction, dissolution. Option B formation, extension, complete extension, dissolution, contraction, complete contraction. Option 3 formation, extension, complete extension, contraction, complete contraction, dissolution. Option D formation, contraction, complete contraction, extension, കംപ്ലീറ്റ് എക്സ്റ്റൻഷൻ, ഡിസൊല്യൂഷൻ. എന്തായാലും 4ലും ഫോർമേഷൻ ആണ് ആദ്യം വന്നിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫോർമേഷൻ. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കൂ. എന്തായിരിക്കും അറിയത്തില്ലെങ്കിൽ പോലും നമ്മളൊരു ഫാമിലി എന്ന് പറയുമ്പോൾ ഫാമിലി ഫോം ചെയ്തു, അതിനെ വലുതാക്കുന്നു. സോ ദാറ്റ് വിൽ ബി എക്സ്റ്റൻഷൻ അല്ലേ? എക്സ്റ്റൻഷൻ ആയിരിക്കും രണ്ടാമത്തെ. സോ ഇവിടെ നമുക്ക് 4ാമത്തെ ഓപ്ഷൻ അവിടെ എലിമിനേറ്റ് ചെയ്യാം. ഇനി എക്സ്റ്റൻഷൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് എന്ത് പറയാം? കംപ്ലീറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറയാം. സോ ഇവിടെ അടുത്ത സ്റ്റെപ്പ് കംപ്ലീറ്റ് എക്സ്റ്റൻഷൻ ആണ്. അതുകൊണ്ട് എ ഓപ്ഷനോടെ ക്യാൻസലായി. അപ്പോൾ അവിടെ നമ്മൾ ഫാമിലി ഫോം ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തു, ഫാമിലിയെ കംപ്ലീറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി അടുത്ത് എന്തായിരിക്കും? എക്സ്റ്റെൻഡ് ചെയ്തത് തിരിച്ച് ചുരുങ്ങാൻ തുടങ്ങണം. അപ്പോൾ അവിടെ എന്താണ് വരുന്നത്? കൺട്രാക്ഷൻ ആയിരിക്കും അല്ലെ? കൺട്രാക്ഷൻ ആയിരിക്കും. ആദ്യം കൺട്രാക്ഷൻ നടക്കുന്നു. സോ അവിടെ ഓപ്ഷൻ ബി അവിടെ ക്യാൻസലായി. കറക്റ്റ് ഓപ്ഷൻ സി ആണ്. അത് കഴിഞ്ഞിട്ട് എന്താകുന്നു? കൺട്രാക്ഷൻ കഴിഞ്ഞ് കംപ്ലീറ്റ് കൺട്രാക്ഷൻ നടക്കുന്നു. കംപ്ലീറ്റ്ലി അത് ഡിസൊല്യൂഷൻ സംഭവിക്കുന്നു. സോ കറക്റ്റ് ഓപ്ഷൻ സി ആണ് വരുന്നത്. ഫാമിലി സൈക്കിൾ നമ്മളിവിടെ നോക്കിയിട്ടില്ല, അല്ലാതെ തന്നെ നമ്മൾ പറയണം ഒരു ഫാമിലി ഫോം ചെയ്തു, അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ തുടങ്ങി, അതായത് അടുത്ത തലമുറ ഉണ്ടായി, അങ്ങനെ അടുത്ത് കംപ്ലീറ്റ് എക്സ്റ്റൻഷൻ ആയി കഴിഞ്ഞു. അത് കഴിഞ്ഞ് അത് ചുരുങ്ങാൻ തുടങ്ങുന്നു, കൺട്രാക്ട് ചെയ്തു, കംപ്ലീറ്റ്ലി കൺട്രാക്ട് ചെയ്തു, അത് കംപ്ലീറ്റ്ലി ഡിസൊല്യൂഷൻ സംഭവിച്ചു. ഇതാണ് ഫാമിലി സൈക്കിളിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, നിങ്ങൾ കൃത്യമായിട്ട് ആ സ്റ്റെപ്സ് ഇവിടെ ഈ ഒരു ചാർട്ടിൽ കാണാം. ഫാമിലി സൈക്കിളിന്റെ ഫേസസ് ആണ്. ആദ്യം ഫോർമേഷൻ, അടുത്തത് എക്സ്റ്റൻഷൻ, കംപ്ലീറ്റ് എക്സ്റ്റൻഷൻ, കൺട്രാക്ഷൻ, complete contraction. Last step is dissolution. What are the 6 steps of family cycle? Formation, extension, complete extension, contraction, complete contraction, ഡിസൊല്യൂഷൻ. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ മാരേജ് എന്നുള്ള അർത്ഥം. ഒരു വ്യക്തിയുടെ ഫാമിലി സൈക്കിളിനെ കുറിച്ചാണ് പറയുന്നത്. ഫാമിലി അവിടെ മാരേജ് ആയി. അടുത്ത് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. മാരേജ് ആയത് മുതൽ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നത് വരെയാണ് ഫോർമേഷൻ. അടുത്ത് ആദ്യത്തെ കുഞ്ഞ് ജനിച്ച് അടുത്ത് ലാസ്റ്റത്തെ കുഞ്ഞ് ജനിക്കുന്നത് വരെയാണ് അവിടെ എന്തെന്ന് പറയുന്നത്? എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്, ലാസ്റ്റ് ചൈൽഡ്. നെക്സ്റ്റ് കംപ്ലീറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ചൈൽഡ് ജനിക്കുന്നത് മുതൽ ഫസ്റ്റ് ചൈൽഡ് വീട്ടിൽ നിന്നും പോകുന്നവരെ, മാരേജ് എന്തെങ്കിലും സംഭവിച്ച് മറ്റൊരു ഇതിലോട്ട് പോകുന്നത് എന്തായാലും. അതിനാണ് ഫസ്റ്റ് ചൈൽഡ് ലീവ്സ് ഹോം. അതിനെ കംപ്ലീറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു. ഈ ഫസ്റ്റ് ചൈൽഡ് പോകുന്ന മുതൽ ലാസ്റ്റ് ചൈൽഡ് അവസാനത്തെ കുഞ്ഞും വീട്ടിൽ നിന്ന് പാരൻസിൽ നിന്ന് മാറുന്നത് വരെ ആണ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കംപ്ലീറ്റ് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ചൈൽഡും പോയി ഫസ്റ്റ് സ്പൗസ് ഡൈ ആവുന്നവരും, ഭാര്യയും ഭർത്താവും ഉണ്ട്, അതിൽ ആദ്യത്തെ ഒരു സ്പൗസ് ഡൈ ആവുന്നതിനെയാണ് കംപ്ലീറ്റ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് ഡെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് കൺട്രാക്ഷൻ, അവിടെ ആരാണോ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിയും കൂടെ അവിടെ സർവൈവർ ഡെത്ത് ആകുന്നു, അവിടെ ഡിസൊല്യൂഷൻ സംഭവിക്കുന്നു. സോ ദീസ് ആർ ദ 6 phases ഓഫ് ഫാമിലി സൈക്കിൾ. ഫോർമേഷൻ, എക്സ്റ്റൻഷൻ, കംപ്ലീറ്റ് എക്സ്റ്റൻഷൻ, contraction, complete contraction, dissolution. Next, 14th question, mixing of two cultures due to cultural contact. When people with different cultures comes in contact is known as. രണ്ട് കൾച്ചറുകൾ തമ്മിൽ മിക്സ് ചെയ്യുന്നത്.
രണ്ട് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് തമ്മിൽ മിക്സ് ചെയ്യുന്നതിനെ എന്തു പറയുന്നു? സോഷ്യോമെട്രി എന്നാണോ പറയുന്നത്? സോഷ്യലൈസേഷൻ എന്നാണോ പറയുന്നത്? സോഷ്യൽ മൊബിലിറ്റി എന്നാണോ പറയുന്നത്? അക്കൾട്ടറേഷൻ എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ മെട്രി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിവൈസ്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. സോഷ്യലൈസേഷൻ എന്നൊരു പ്രോസസ്സാണ്, പരസ്പര ആളുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. മൊബിലിറ്റി മീൻസ് മൂവ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ മൊബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്നാൽ അക്കൾട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് അക്കൾട്രേഷൻ എന്ന് പറഞ്ഞാൽ? അക്കൾട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ, വെൻ സച്ച് എ കൺജങ്ഷൻ ഓഫ് ടു കൾച്ചർ ഒക്കേഴ്സ് causing cultural growth and they are intimately related rather than identified. The process is called acculturation. Acculturation എന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യസ്ത കൾച്ചറുകൾ പരസ്പരം ജോയിൻ ചെയ്യുന്നു. അവിടെ കൾച്ചറിന് വളർച്ചയുണ്ടാകുകയും നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ അവിടെ ഇൻറ്റിമേറ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് രണ്ട് കൾച്ചറോട് റിലേറ്റഡ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് അക്കൾട്രേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, what happened during British rule in India? Many British things were adopted in our country, but the Swadeshi movement and the development of nationalism abolished and condemned many things of Western origin in the same time. അതായത് അവിടെ ബ്രിട്ടീഷ് കൾച്ചറും വന്നു, നമ്മുടെ കൾച്ചറും വന്നു. ഇവിടെ രണ്ടും എന്ത് ചെയ്തു? ഒത്തുചേർന്ന് കൺജങ്ഷൻ നടന്ന് അവിടെ എന്ത് ചെയ്യുന്നു? കൾച്ചറൽ ഗ്രോത്ത് ഉണ്ടായി. ഇതിനെ അക്കൾട്ടറേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ അക്കൾട്ടറേഷൻ പറയുമ്പോൾ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള മറ്റൊരു ടേമാണ് അസിമിലേഷൻ. എന്താണ് അസിമിലേഷൻ? ദിസ് ഈസ് ദ എക്സ്ട്രീം ഫോം ഇൻ ദ പ്രോസസ് ഓഫ് കൾച്ചറൽ കൺജങ്ഷൻ വെൻ വൺ കൾച്ചർ ബിക്കം സോ ഇൻറ്റിമേറ്റ് വിത്ത് അനദർ ദാറ്റ് ഇറ്റ് ലോസസ് ഇറ്റ്സ് ഇൻഡിവിജ്വലാലിറ്റി. അതായത് ഇവിടെ അക്കൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കൾച്ചറുകൾ പരസ്പരം ജോയിൻ ചെയ്യുന്നു, രണ്ട് കൾച്ചറോട് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കൾച്ചറുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ ഇൻഡിവിജ്വാലിറ്റി അവിടെ നഷ്ടപ്പെട്ടു എങ്കിൽ അതിനെ എന്ത് പറയുന്നു? അസിമിലേഷൻ എന്നാണ് പറയുന്നത്. സോ നൗ യു അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് മീൻ ബൈ അക്കൾട്ടറേഷൻ ആൻഡ് അസിമിലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 15th question. Which among the following is a formal method of social control? സോഷ്യൽ കൺട്രോൾ അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നമ്മുടെ സൊസൈറ്റിയിൽ സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. ഈ സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി പല മെക്കാനിസംസ് ഉണ്ട്. ഇതിനെയാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പം പലതരത്തിലുള്ള ഫോർമൽ മെത്തേഡുകൾ അതിനകത്ത് വരുന്ന ഒരു സോഷ്യൽ മെത്തേഡിനകത്ത് അതിലൊന്നാണ് നമ്മുടെ പോലീസ്, നിയമം എന്നൊക്കെ പറയുന്നത്, മതം, വിശ്വാസം എന്നൊക്കെ പറയുന്നത്. അപ്പം അതിൽ ഇവിടെ തന്നെ ചോദിച്ചിരിക്കുന്നത് ഫോർമൽ മെത്തേഡ്, താഴെ പറയുന്നതിൽ ഫോർമൽ മെത്തേഡ് ഏതാണ് എന്നുള്ളത്. കൊയേഷൻ, നോംസ് ഓർ മൊറാലിറ്റി, കസ്റ്റംസ്. ഇതിൽ ഏതാണ് ഫോർമൽ മെത്തേഡായിട്ടുള്ള സോഷ്യൽ കൺട്രോൾ? അതിൻ്റെ ആൻസർ കണ്ടെത്തുന്നതിന് മുന്നേ ഇവിടെ നോക്കൂ, വേരിയസ് കൈൻഡ്സ് ഓഫ് സോഷ്യൽ മെത്തേഡ്. ഒന്ന്, നമ്മുടെ വിശ്വാസം എപ്പോഴും നമ്മുടെ സ്വഭാവത്തിനെ കൺട്രോൾ ചെയ്യാറുണ്ട്. ബിലീവ്സ് ഇൻഫ്ലുവൻസ് മാൻസ് ബിഹേവിയർ ഇൻ സൊസൈറ്റി. നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ സ്വഭാവ രീതിയെ കൺട്രോൾ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് സോഷ്യൽ കൺട്രോൾ. നെക്സ്റ്റ് വൺ, ഫോക്ക് വേ, അതായത് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഹാബിറ്റുകൾ. ഫോക്ക് വേസ് ആർ ഇൻഡിവിജ്വൽ ഹാബിറ്റ്സ് ലേറ്റർ ഓൺ അക്സെപ്റ്റഡ് ബൈ ഗ്രൂപ്പ്. ഹവർ എക്സസൈസ് എ പവർഫുൾ ഇൻഫ്ലുവൻസ് ഓൺ മാൻസ് ബിഹേവിയർ ഇൻ ദ സൊസൈറ്റി. വൺ ഓഫ് ദ എക്സാമ്പിൾ ഓഫ് ഫോക്ക് വേ ഇസ് ഗ്രീറ്റിംഗ് അതേഴ്സ് വെൻ വി മീറ്റ് ദം. സാധാരണയായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമുക്കറിയാവുന്ന ഒരാൾക്കാരെ കാണുമ്പോൾ അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ഒക്കെ അവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്യുക. അതൊരു നമ്മുടെ ഒരു ശൈലിയായിട്ട് മാറിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ വൺ social control. Another one, social suggestions. Suggestions may be conscious or unconscious, may be intentional or unintentional. Conscious ആയിട്ടുള്ളതോ അൺകോൺഷ്യസ് ആയിട്ട് ബോധപൂർവമോ അബോധാവസ്ഥയിലുള്ളതോ മനഃപൂർവ്വമായിട്ടുള്ളതോ മനഃപൂർവ്വം അല്ലാതെയുള്ള സജഷൻസിനെ അതിനെയാണ് എന്ത് പറയുന്നത്? സോഷ്യൽ സജഷൻസ് എന്ന് പറയുന്നത്. ദേ ആർ എ പവർഫുൾ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. ഇതും സോഷ്യൽ കൺട്രോളിൻ്റെ ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ more are important for the welfare of the society. In this need of wearing clothes to remove nakedness, അതായത് നമ്മുടെ ശരീരം മറയ്ക്കാൻ വേണ്ടി ഡ്രസ്സ് ധരിക്കണം, അതൊരു മോറാണ് അല്ലേ? ഭാര്യയിലുള്ള വിശ്വാസം, ഹസ്ബൻഡിലുള്ള വിശ്വാസം, കെയറിങ് കിഡ്സ്, ചിൽഡ്രനെ സംരക്ഷിക്കുന്ന, അതെല്ലാം ഒരു മോറാണ്. അതുപോലെ തന്നെ ഐഡിയോളജീസ്,
stimulate action. That is also one social control. Another one, നമ്മുടെ കസ്റ്റംസ്, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഓരോരുത്തരും, നമ്മുടെ മതം, ഫെസ്റ്റിവൽസ്, റിച്വൽസ്, വർഷിപ്പ്, ഫാമിലി, മാരേജ്, ഇതൊക്കെ നമ്മുടെ കസ്റ്റംസിനകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം സോഷ്യൽ കൺട്രോൾസ് തന്നെയാണ്. അടുത്താണ് റിലീജിയൻ. നേരത്തെ പറഞ്ഞതുപോലെ മതം, പല കാര്യങ്ങളിലും മതം നമ്മളെ കൺട്രോൾ ചെയ്യാറുണ്ട്. ലവ്, സാക്രിഫൈസ്, ഓണസ്റ്റി, മോഡസ്റ്റി, ഫൊർഗീവ്നെസ്, സോഷ്യൽ സർവീസ്, ഇതിലൊക്കെ സർവീസ് നമ്മളെ സ്വാധീനിക്കാറുണ്ട്. റിച്വൽസ്, നമ്മുടെ ഓരോ രീതികൾ, നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നമ്മുടെ ശൈലികൾ, നമ്മുടെ ഹാബിറ്റ്സ്. ലോ, നിയമം എന്താണ്? ഒരു ഫോർമൽ ആയിട്ടുള്ള സോഷ്യൽ കൺട്രോളാണ്. ആർട്ട്, കലാപരമായിട്ടുള്ള കാര്യങ്ങൾ. ലിറ്ററേച്ചർ, ഹ്യൂമർ ആൻഡ് സട്ടയർ, അതുപോലെ എഡ്യൂക്കേഷൻ, ഇതൊക്കെ പല തരത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ആണ്. ഫാമിലി നമ്മുടെ സോഷ്യൽ കൺട്രോളാണ്. ലീഡർഷിപ്പ് കൺട്രോളാണ്. സോഷ്യൽ വാല്യൂസ് ഒരു കൺട്രോളാണ്. ഫോഴ്സ് അല്ലെങ്കിൽ കൊയേഷൻ ഒരു കൺട്രോളാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഫോർമൽ ആയിട്ടുള്ള കൺട്രോൾ എന്ന് പറയുന്നത് കൊയേഷനാണ്. അതായത് തെറ്റുകൾ ചെയ്യുമ്പോൾ പാരൻസോ അല്ലെങ്കിൽ മറ്റുള്ളവരോ എന്ത് ചെയ്യുന്നു? പണിഷ്മെന്റ് തരുന്നു. ഇതൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു സോഷ്യൽ കൺട്രോളാണ്. സോ ഹിയർ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ, കൊയേഷൻ. ബാക്കിയുള്ളതും സോഷ്യൽ കൺട്രോളുകൾ തന്നെയാണ്, പക്ഷെ അതൊരു ഫോർമൽ ആയിട്ടുള്ള സോഷ്യൽ കൺട്രോൾ അല്ല. ഫോർമൽ മെത്തേഡായിട്ട് നമുക്കത് തരംതിരിക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ 5 സോഷ്യോളജിയുടെ 5 ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നത്. 5 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഇതുവരെയും നമ്മൾ ഓരോ സബ്ജക്ട്സിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചത് റീസെൻ്റ് ആയിട്ട് നടന്ന DMEയുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണിത്. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇവിടെ ഡിസ്കഷന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസിനും ഇതേ ടോപ്പിക്, ഇതേ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരത്തില്ലായിരിക്കാം. ബട്ട് അവിടെ എന്തായിരിക്കും? ഇതേ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ സിമിലാരിറ്റി ബിറ്റ്വീൻ thematic appreciation test, TAT, thematic appreciation test, word association test, TAT and WAT, thematic appreciation test, word association test. അപ്പോൾ ഇവ തമ്മിലുള്ള സിമിലാരിറ്റി എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോ ഈസ് എ സിമിലാരിറ്റി ബിറ്റ്വീൻ തെമാറ്റിക് അപ്രിസിയേഷൻ ആൻഡ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. അപ്പോൾ ഓപ്ഷൻസ് പറയുന്നത് ഇത് രണ്ടും എന്തിന് എക്സാമ്പിളാണ്? ലേണിംഗ് അപ്രോച്ച് ഫോർ സ്റ്റഡിങ് പേഴ്സണാലിറ്റിയെ കുറിച്ച് പഠിക്കുന്നത്. നമ്മൾ കൊഗ്നിറ്റീവ് പ്രോസസ്സ്, പല കൊഗ്നിറ്റീവ് പ്രോസസ്സ് അവിടെ പഠിച്ചു. അറ്റൻഷൻ പഠിച്ചു, ഇൻ്റലിജൻസ് പഠിച്ചു, പെർസെപ്ഷൻ പഠിച്ചു, ലേണിംഗ് പഠിച്ചു, ഫോർഗെറ്റിംഗ് പഠിച്ചു, മെമ്മറി പഠിച്ചു, ഇമോഷൻസ് പഠിച്ചു. അങ്ങനെ പല തരത്തിലുള്ള കൊഗ്നിറ്റീവ് പ്രോസസ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഓരോ കൊഗ്നിറ്റീവ് പ്രോസസ്സിനും അതിൻ്റെ ടെസ്റ്റ് ചെയ്യാനുള്ള പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതിൽ 2 എണ്ണമാണ് തെമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റും വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇവ തമ്മിലുള്ള സിമിലാരിറ്റി, സാമ്യത എന്താണെന്ന് ചോദിക്കുക. 2 ടെസ്റ്റും പേഴ്സണാലിറ്റിയെ കുറിച്ച് പഠിക്കുന്നതിനുള്ള ലേണിംഗ് അപ്രോച്ച് ആണെന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. എങ്കിൽ ഓപ്ഷൻ ബി എന്താ പറയുന്നത്? ഇത് രണ്ടും പ്രൊജക്റ്റീവ് പേഴ്സണാലിറ്റി ടെസ്റ്റിന് എക്സാമ്പിൾ ആണെന്നാണ് ബി പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് ബോത്ത് ആർ ഇൻവോൾവ് ഫ്രം മിനസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി. മിനസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററിയിൽ നിന്നും ഉണ്ടായതാണ് ഈ 2 ടെസ്റ്റും എന്നാണ് അടുത്തത് പറയുന്നത്. അടുത്തത് ലാസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ബോത്ത് ആർ ഇൻവോൾവ് ഫ്രം സോഷ്യൽ ലേണിംഗ് തിയറിയിൽ നിന്ന് ഫോം ചെയ്തതെന്നാണ് അടുത്ത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഓപ്ഷനിലോട്ട് പോകാം, അതിൻ്റെ ആൻസറിലോട്ട് പോകാം. ഇവിടെ എന്താണ് തെമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. തെമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ്, ഈ ഒരു പിക്ചർ മനസ്സിൽ ഓർത്ത് വെക്കുക. എവിടെയെങ്കിലും ചിലപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ഈ ഒരു പിക്ചർ തന്നിട്ട് ഇത് ഏത് ടെസ്റ്റിനാണ് നോട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാം. തെമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ്, ദിസ് വാസ് ഡെവലപ്ഡ് ബൈ CD Morgan ആൻഡ് ഹെൻറി A. Murray in 1935. CD മോർഗനും ഹെൻറി എ മുറേയും 1935 ഡെവലപ്പ് ചെയ്തതാണ് തെമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ്. The assumption underlying the thematic appreciation test is that the meaning which we see in the picture reveals something of our past experience. നമ്മുടെ ഈ ഒരു പിക്ചറിൽ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് our own past experience, നമ്മുടെ ഫീലിങ്സ്, ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, അതിന് എന്ത് മീനിങ് ആണ് നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതാണ് തെമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ്. ഇൻ ദിസ് ടെസ്റ്റ് സബ്ജക്റ്റ് ഈസ് ഷോൺ ആംബിഗ്വസ് പിക്ചേഴ്സ്. ഇതുപോലെയുള്ള പിക്ചേഴ്സ് അവിടെ കൊടുക്കും. എന്നിട്ട് അവരോട് അതിൽ വെച്ചിട്ടൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറയും.
ആ സ്റ്റോറി എന്ത് സ്റ്റോറിയാണോ അവർ പറയുന്നത് ആ സ്റ്റോറി നമ്മൾ അനലൈസ് ചെയ്യുന്നതിലൂടെ അവരുടെ മനസ്സിലുള്ള കോൺഫ്ലിക്ട്സ്, അവരുടെ അഫെക്ഷൻ, അവരുടെ ഭയം, കണ്ടംനന്റ്, അച്ചീവ്മെന്റ് ഇതെല്ലാം ഉൾപ്പെടുത്തിയായിരിക്കും അവരവിടെ ആ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് തെമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ്. ഇനി എന്താണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്? ഇവിടെ വേർഡ് അസോസിയേഷൻ ടെസ്റ്റിലും നമ്മളവിടെ ആ എക്സാമിനർ കുറേ വേർഡ്സ്, സീരീസ് ഓഫ് വേർഡ്സ്, ഒരു വേർഡ് അറ്റ് എ ടൈം എന്നുള്ള രീതിയിൽ പേഷ്യൻറ്റിന് അവിടെ എന്ത് ചെയ്യും, നമ്മളവിടെ പറഞ്ഞു കൊടുക്കും. അത് ശരിയെന്നോ തെറ്റെന്നുള്ളതല്ല. എക്സാമിനർ ദെൻ റെക്കോർഡ്സ് ദ റിപ്ലൈ ടു ഈച്ച് വേർഡ് സ്പോക്കൺ ബൈ ഹിം. അതിനുശേഷം അവരോട് അത് റിപ്പീറ്റ് ചെയ്യാൻ അവിടെ പറയുക. എക്സാമിനേഷൻ റെക്കോർഡ്സ് അവർ പറയുന്ന ഓരോ വേർഡ്സും അതിൻ്റെ റിയാക്ഷൻ ടൈമും അൺയൂഷ്വൽ സ്പീച്ചോ ബിഹേവിയറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മളവിടെ റെക്കോർഡ് ചെയ്യും. ആ ഒരു എക്സാമിനർ ആ ടോക്ക് ബാക്ക് നമ്മളവിടെ എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ പേഷ്യൻറ്റിൻ്റെ മനസ്സ് എന്താണെന്നുള്ള, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. ഇതാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. തെമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റും വേർഡ് അസോസിയേഷൻ ടെസ്റ്റും. ഇവിടെ എന്താണ്, ഇത് രണ്ടും ഓപ്ഷൻ ബി പ്രൊജക്റ്റീവ് പേഴ്സണാലിറ്റി ടെസ്റ്റുകളാണ്. പ്രൊജക്റ്റീവ് പേഴ്സണാലിറ്റി ടെസ്റ്റുകളാണ് നമ്മുടെ തെമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റും വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് ടെസ്റ്റുകളുണ്ട്. നമുക്ക് അതൊക്കെ ഒരു തിയറി ക്ലാസ്സിൽ അല്ലാതെ പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് 17ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ വി ഗാദർ ടുഗദർ particular observations in the form of premises and draws a general condition is. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. തിങ്കിങ്ങിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രിമൈസസിൽ നിന്ന് നമ്മളതൊരു ജനറൽ കണ്ടീഷനിലോട്ട് കൊണ്ടുവരുന്നു. ഇതിനെ എന്തു പറയുന്നു? ഓപ്ഷൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻഡക്റ്റീവ് റീസണിങ്, ഡിഡക്റ്റീവ്. ഇൻഡക്റ്റീവ് എന്ന് തന്നെ 2 കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് രണ്ടാമത്തത് ഡിഡക്റ്റീവ് ആണ് വരേണ്ടത്. ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് എന്ന് വരണം. ഇവിടെ ഡിഡക്റ്റീവ് വരണം, ഇവിടെ ഇൻഡക്റ്റീവ് വരണം. അടുത്തത് ഡൈവേർജന്റ് തിങ്കിങ്, ഓപ്ഷൻ ഡി ക്രിട്ടിക്കൽ തിങ്കിങ്. അപ്പം ഇതാണ് 4 ഓപ്ഷൻസ്. അങ്ങനെയാണെങ്കിൽ ഈ 4 വേർഡിൻ്റെയും മീനിങ് എന്താണെന്ന് നോക്കാം. ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് വി പ്രൊസീഡ് ഫ്രം സ്പെസിഫിക് ഫാക്ട് ഓർ ഒബ്സർവേഷൻസ് ടു ജനറൽ പ്രിൻസിപ്പിൾസ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫാക്ടറിൽ നിന്ന് നമ്മളൊരു കാര്യം അനലൈസ് ചെയ്ത് പഠിച്ചു. അവിടെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നും അതിൽ നമ്മൾ ജനറലൈസ് ചെയ്ത് ഒരു വലിയ പോപ്പുലേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിനെ ഇൻഡക്റ്റീവ് റീസണിങ് എന്നാണ് പറയുന്നത്. ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നും അതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇൻഡക്റ്റീവ് റീസണിങ് എന്നും, ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം ജനറൽ പ്രിൻസിപ്പിൾസിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് തിരിച്ചെത്തുകയാണെങ്കിൽ അതിനെ ഡിഡക്റ്റീവ് റീസണിങ് എന്നാണ് പറയുന്നത്. തിയറി ക്ലാസ്സസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ടോപ്പിക്കാണിത്. ഇൻഡക്റ്റീവ് റീസണിങ്, ഡിഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് ദാറ്റ് മീൻസ് സ്പെസിഫിക് ടു ജനറൽ, ഡിഡക്റ്റീവ് മീൻസ് ജനറൽ ടു സ്പെസിഫിക്. അങ്ങനെയാണെങ്കിൽ മറ്റു ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഡൈവേർജന്റ് തിങ്കിങ്. എന്താണ് ഡൈവേർജന്റ് തിങ്കിങ്? ദ എബിലിറ്റി ടു ജനറേറ്റ് അൺയൂഷ്വൽ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ടു പ്രോബ്ലംസ് ഓർ ക്വസ്റ്റ്യൻ. അൺയൂഷ്വൽ ആയിട്ടുള്ള, അതായത് കറക്റ്റ് അല്ലാത്ത അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഡൈവേർജന്റ് തിങ്കിങ് എന്ന്. അതായത് ആരും ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിക്കുന്നു, അതിനെയാണ് ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്നാൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണ്? ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നഴ്സിംഗിൽ എപ്പോഴും ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്കുണ്ടാകണം. ഹയർ ഓർഡർ ആയിട്ടുള്ള വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സ്, കോഗ്നിറ്റീവ് സ്കിൽസ് ലൈക്ക് കൺസെപ്ച്വലൈസേഷൻ, ഇൻ്റർപ്രിട്ടേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ, ഇതെല്ലാം തെറ്റുകളൊന്നുമില്ലാതെ കൃത്യതയോടുകൂടി വാലിഡായിട്ട് റീലിയബിളായിട്ട് ജഡ്ജ്മെൻറ്റ് നടത്തുന്നു. ഇതിനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ 4 ഓപ്ഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ളതിൽ നിന്നും ജനറലിലോട്ട് എത്തുന്നു. സോ കറക്റ്റ് ഓപ്ഷൻ ബി ഇൻഡക്റ്റീവ് റീസണിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. ഓരോ കോഗ്നിറ്റീവ് പ്രോസസ്സും അതിൻ്റെ ടൈപ്സും അതിൻ്റെ ഫാക്ടേഴ്സും അതിൻ്റെ അബ്നോർമാലിറ്റീസും അതിൻ്റെ ടെസ്റ്റുകളും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൽ ഏത് കോഗ്നിറ്റീവ് പ്രോസസ്സിൽ നിന്നാണെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. 18ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ ആൻ ഓൾഡർ മെമ്മറി ഇന്റർഫിയേഴ്സ് വിത്ത് എ ന്യൂ മെമ്മറി. നമ്മുടെ പഴയ, ഇതും ഒരു കോഗ്നിറ്റീവ് പ്രോസസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മുടെ പഴയ ഓർമ്മകൾ പുതിയ ഓർമ്മകളുമായിട്ട് ഇന്റർഫിയർ ചെയ്യുന്നു അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിനെ എന്തെന്ന് പറയും? മെമ്മറിയുടെ അബ്നോർമാലിറ്റീസ് ആണ് ഈ പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ആണോ, റെട്രോ ആക്റ്റീവ് ഇന്റർഫറൻസ് ആണോ, പ്രോ ആക്റ്റീവ് ഇന്റർഫറൻസ് ആണോ, ഫെയ്ഡിങ് ആണോ? ഒരു കാര്യം മറന്നു പോകുന്നതാണെങ്കിൽ നമുക്ക് ആ ഫെയ്ഡിങ് എന്നുള്ള പേര് പറയാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്
ഓൾഡർ മെമ്മറി ന്യൂ മെമ്മറിയെ ഡിസ്റ്റർബ് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ ഇന്റർഫിയർ ചെയ്യുന്നു എങ്കിൽ അതിന് എന്തു പറയും? നമുക്ക് അതിന്റെ ഡീറ്റെയിൽ നോക്കാം. പ്രോ ആക്റ്റീവ് ഇന്റർഫറൻസും റെട്രോ ആക്റ്റീവ് ഇന്റർഫറൻസും എന്താണെന്ന് നോക്കുക. മെറ്റീരിയൽ ലേൺഡ് ഇനിഷ്യലി, പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ലേൺഡ് ഇനിഷ്യലി പ്രിവെൻസ് യു ഫ്രം റീകോളിംഗ് മെറ്റീരിയൽ ലേൺഡ് ലേറ്റർ. ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പ്രോ ആക്റ്റീവ് എന്നാണ് പറയുന്നത്. സെയിം നമ്മുടെ ക്വസ്റ്റ്യനിൽ അത് തന്നെയല്ലേ പറഞ്ഞത്, ഓൾഡർ മെമ്മറി മീൻസ് ഓൾറെഡി പഠിച്ചത്, അത് നമ്മുടെ പുതിയ കാര്യങ്ങളെ, നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. അതിനെ പ്രോ ആക്റ്റീവ് ഇന്റർഫറൻസ് എന്നാണ് പറയുന്നത്. എന്നാൽ റെട്രോ ആക്റ്റീവ് ഇന്റർഫറൻസ് എന്താണ്? മെറ്റീരിയൽ ലേൺഡ് ആഫ്റ്റർ പ്രീവിയസ്ലി ലേൺഡ് മെറ്റീരിയൽ പ്രിവെൻസ് യു ഫ്രം റീകോളിംഗ് ഇറ്റ്സ് പ്രീവിയസ്ലി ലേൺഡ് മെറ്റീരിയൽ. ഇപ്പം നമ്മൾ പഠിച്ച കാര്യം നമ്മുടെ മുന്നേ പഠിച്ച കാര്യത്തിന് ഡിസ്റ്റർബ് ചെയ്യുന്നു, റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിനെ റെട്രോ ആക്റ്റീവ് എന്നാണ് പറയുന്നത്. പ്രീവിയസ്ലി നമ്മൾ പഠിച്ചത് ലേറ്റസ്റ്റ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഡിസ്റ്റർബ് ചെയ്താൽ പ്രോ ആക്റ്റീവ് എന്നും, ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ പിന്നിലുള്ള ഓർമ്മ നമുക്ക് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ റെട്രോ ആക്റ്റീവ് എന്നാണ് പറയുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 18ാമത് എന്താണ്? ഓപ്ഷൻ സി, പ്രോ ആക്റ്റീവ് ഇന്റർഫറൻസ്. സോ ഇതിലെപ്പോഴും സൈക്കോളജിക്ക് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബുക്ക് ശ്രീവാണി മാമിൻ്റെ തന്നെ സൈക്കോളജി ഫോർ നഴ്സസ് എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ട്, സൈക്കോളജി ആയാലും സൈക്യാട്രി ആയാലും ശ്രീവാണി മാമിൻ്റെ ബുക്കാണ് എപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് ശ്രീവാണി മാമിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. സോ ഹിയർ കറക്റ്റ് ഓപ്ഷൻ പ്രോ ആക്റ്റീവ് ഇന്റർഫറൻസ്. നെക്സ്റ്റ് 19th ക്വസ്റ്റ്യൻ നോക്കാം. ലേണിംഗ് ഇൻ വിച്ച് ബിഹേവിയർ ഈസ് സ്ട്രെങ്തൻഡ് ഫോളോഡ് ബൈ റീഇൻഫോഴ്സ്മെന്റ്. റീഇൻഫോഴ്സ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ലേണിങ്ങിൽ, നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ് ആയിട്ടുള്ള ലേണിങ്ങിൽ നമ്മുടെ സ്വഭാവ രീതി സ്ട്രെങ്തൻഡ് ആയി, റീഇൻഫോഴ്സ്മെന്റ് കഴിഞ്ഞപ്പോൾ സ്ട്രെങ്തൻഡ് ആയി, അങ്ങനെയാണെങ്കിൽ അതിന് എന്തു പറയുന്നു? ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുമോ, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുമോ, ലേറ്റന്റ് ലേണിംഗ് എന്ന് പറയുമോ, ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുമോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസിലോട്ട് പോകാം. ഇവിടെ നോക്കുക, അതിന് മുന്നേ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും എന്താണെന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ലേണിംഗ് ഇൻ വിച്ച് റീഇൻഫോഴ്സ്മെൻറ്റ് കഴിഞ്ഞ് സ്ട്രെങ്തൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇതിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആണോ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്തിലാണ് വരുന്നത്? ഓപ്പറന്റ് കണ്ടീഷനിലാണ് വരുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്പറന്റ് കണ്ടീഷൻ ആണ്. അതിനകത്താണ് റീഇൻഫോഴ്സ്മെന്റ് വരുന്നത്. റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരണം ഓപ്പറന്റ് കണ്ടീഷനിങ് ആണെന്നുള്ളത്. കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ ഞാനിവിടെ നിങ്ങൾക്ക് അതിന്റെ 2 റീഇൻഫോഴ്സ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ഓപ്പറന്റ് കണ്ടീഷനിൽ പറയുന്നത്. ഒന്ന് പ്രസന്റേഷൻ ഓഫ് സ്റ്റിമുലസും മറ്റൊന്ന് റിമൂവൽ ഓഫ് സ്റ്റിമുലസും ഉണ്ട്. പോസിറ്റീവ്ലി നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് ചെയ്യുക, അതായത് ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അവരെ വീണ്ടും പ്രൈസ് ചെയ്ത് നമ്മൾ അവരെ അംഗീകരിച്ച് അവരെ ആ ഒരു തോത്, ആ ഒരു ക്യാരക്ടർ അവരിൽ വീണ്ടും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതിനെയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതായത് കുഞ്ഞ് മാത്സിന് നല്ല മാർക്ക് വാങ്ങിച്ചു, നമ്മൾ ആ കുട്ടിയെ നമ്മൾ അനുമോദിക്കുകയാണ്, നന്നായിട്ട് ചെയ്തല്ലോ, നല്ല കുട്ടിയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മനസ്സിൽ വീണ്ടും അതുപോലെ ഗുഡ് പെർഫോമൻസ് ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് അവിടെ കൂടും. ഇതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ അടുത്തത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിമുലസ് നമ്മൾ അവരിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റുന്നു. ടെർമിനേറ്റിംഗ് എ ഹെഡേക്ക് ബൈ ടേക്കിംഗ് ആസ്പിരിൻ. ഒരു കാര്യം അവിടെ റിമൂവ് ചെയ്ത് അവരിലൊരു സ്റ്റിമുലസ് അവിടെ റിമൂവ് ചെയ്ത് റീഇൻഫോഴ്സ്മെന്റ് കൊണ്ടുവന്നാൽ അതിനെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് നടത്തിയുള്ള ലേണിങ്ങിനെ എന്ത് പറയുന്നു? നമ്മുടെ ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ ഡി, 19th ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ്. ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ് കറക്റ്റ് ആൻസർ. സോ ഐ തിങ്ക് യു ഓൾ ആർ ക്ലിയർ വിത്ത് ദിസ് ടോപ്പിക്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സജഷൻസ് എഴുതാൻ മറക്കണ്ട. നമുക്ക് 20ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. എ ടൈപ്പ് ഓഫ് ലോങ് ടേം മെമ്മറി. നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചത് 5 സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്ന് അടുത്ത് പഠിച്ചത് 5 സൈക്കോളജി അല്ല, ആദ്യം പഠിച്ചത് 5 സോഷ്യോളജി ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ നോക്കിയത് 5 സൈക്കോളജി ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ എക്സാമിനും വരുന്നത്. 5 ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ചോദിക്കുന്നത്. ഇവിടെ ലോങ് ടേം മെമ്മറിയിൽ നിന്ന് തന്നെ ഇത് 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് അല്ലേ? മെമ്മറിയിൽ നിന്ന് 2ാമത്തെ ക്വസ്റ്റ്യൻ ലോങ് ടേം മെമ്മറി. ടൈപ്സ് ഓഫ് മെമ്മറിയിൽ ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്, ലോങ് ടേം മെമ്മറി ഉണ്ട്. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വീണ്ടും ക്ലാസിഫിക്കേഷൻ വരുന്നില്ല. ലോങ് ടേം മെമ്മറിയിൽ അവിടെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അബ്സ്ട്രാക്റ്റ് നോളജ് എൻകോഡ് ചെയ്യുന്ന മെമ്മറി, ലോങ് ടേം മെമ്മറിയുടെ ടൈപ്പ് ഏതാണ്? സെമാൻറ്റിക് മെമ്മറി ആണോ,
അബ്സ്ട്രാക്ട് എപ്പിസോഡിക് മെമ്മറി ആണോ, ഇംപ്ലിസിറ്റ് മെമ്മറി ആണോ, ഫ്ലാഷ് ബൾബ് മെമ്മറി ആണോ? അപ്പൊ ഇതിൽ ഏതാണ് അബ്സ്ട്രാക്ട് നോളജിന്റെ ലോങ് ടേം മെമ്മറി എന്ന് അറിയണമെങ്കിൽ ലോങ് ടേം മെമ്മറിയുടെ പല ടൈപ്സ് നമുക്കറിയണം. പ്രധാനമായിട്ട് ലോങ് ടേം മെമ്മറി 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡിക്ലറേറ്റീവ് മെമ്മറി, മറ്റൊന്ന് പ്രൊസീജിയറൽ മെമ്മറി. ഡിക്ലറേറ്റീവ് മെമ്മറി, പ്രൊസീജിയറൽ മെമ്മറി. എന്താണ് ഡിക്ലറേറ്ററി മെമ്മറി എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് വെരി ഈസി. മെമ്മറി റിലേറ്റഡ് ടു ഫാക്ച്വൽ ഇൻഫർമേഷൻസ്, അതിനെക്കുറിച്ചുള്ള മെമ്മറിയെ ഡിക്ലറേറ്ററി മെമ്മറി എന്ന് പറയുന്നു. എക്സാമ്പിൾ ലൈക്ക് ഡേറ്റ്, ഫാക്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെ നമ്മൾ ഡിക്ലറേറ്ററി മെമ്മറി എന്ന് പറയും. ആ ഡിക്ലറേറ്ററി മെമ്മറിയെ 2 ടൈപ്പ് ഉണ്ട്. ബേസ്ഡ് ഓൺ ദ കണ്ടന്റ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 ടൈപ്സ്. ഒന്ന് സെമാൻറ്റിക് മെമ്മറി, മറ്റൊന്ന് എപ്പിസോഡിക് മെമ്മറി. സെമാൻറ്റിക് മെമ്മറിയും എപ്പിസോഡിക് മെമ്മറിയും രണ്ടും നമ്മുടെ ഓപ്ഷനിലൂടെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി മറ്റു 2 ഓപ്ഷൻസും തെറ്റാണ്. ലോങ് ടേം മെമ്മറിയുടെ ടൈപ്സ് അല്ല. ഇവിടെ വരുന്ന ഡിക്ലറേറ്ററി മെമ്മറിയും പ്രൊസീജിയർ മെമ്മറിയും, ഡിക്ലറേറ്ററി മെമ്മറിയുടെ 2 ടൈപ്പ് സെമാൻറ്റിക്കും എപ്പിസോഡിക്കും. ഇതിൽ സെമാൻറ്റിക് ആണോ എപ്പിസോഡിക് ആണോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ മെമ്മറി റിലേറ്റഡ് ജനറൽ നോളേജ് ആൻഡ് ഫാക്ട് അബൌട്ട് ദ വേൾഡ്. നമ്മുടെ സമൂഹത്തിലെ ഫാക്റ്റുകളെ കുറിച്ച് പറയുന്നതാണ് സെമാൻറ്റിക് മെമ്മറി. സെമാൻറ്റിക് ആണ്, ഫാക്ട് ആണ് നമ്മുടെ അബ്സ്ട്രാക്ട് നോളജ് എന്ന് പറയുന്നത്. 2 into 2 4, ഓൾവേസ് ഇറ്റ് ഈസ് 4 വേറെവർ ഇറ്റ് ഈസ്. നമ്മളിവിടെ ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ജപ്പാനിലായാലും കാനഡയിലായാലും എവിടെ തന്നെ ആയാലും ഇത് എപ്പോഴും ഉള്ള അബ്സ്ട്രാക്ട് ആയിട്ട് നോളജാണ്. ഇറ്റ്സ് എ ഫാക്ട്, ഇറ്റ് വിൽ നോട്ട് ബി ചേഞ്ചിങ്. ദാറ്റ് ഈസ് സെമാൻറ്റിക് മെമ്മറി. ഓക്കെ, അതാണ് നമ്മുടെ കറക്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അബ്സ്ട്രാക്ട് നോളജ് എന്ന് പറയുന്ന ലോങ് ടേം മെമ്മറി ഏതാണ്? ഓപ്ഷൻ എ, സെമാൻറ്റിക് മെമ്മറി. ഇനി നമുക്ക് മറ്റു ഓപ്ഷൻസും കൂടെ ഒന്ന് നോക്കാം. എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുമ്പോൾ ബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ലൈക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, ക്വാളിഫിക്കേഷൻസ്, ഒരു പീരിയോഡിക് ആയിട്ട് വെച്ചിട്ടുള്ള എപ്പിസോഡിക് ആയിട്ടുള്ള മെമ്മറിയാണ് എപ്പിസോഡിക് മെമ്മറി. ഡേറ്റ് ഓഫ് ബർത്ത്, ക്വാളിഫിക്കേഷൻസ്, ഇതൊക്കെ എപ്പിസോഡിക് മെമ്മറിയാണ്. ഇനി നമ്മൾ ലോങ് ടേം മെമ്മറി ആദ്യത്തെ 2 ക്ലാസ് വിഷയം, ഒന്ന് ഡിക്ലറേറ്റീവും മറ്റൊന്ന് പ്രൊസീജിയറും ആയിരുന്നു അല്ലേ. ഇപ്പോൾ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ പ്രവൃത്തി, ഒരു പ്രോസസ്സിനെ കുറിച്ചുള്ള മെമ്മറി ആണെങ്കിൽ അതിനെ പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നു. ക്ലാസ് എടുക്കാൻ പറ്റുന്നത് അതൊരു പ്രൊസീജിയറൽ മെമ്മറിയാണ്. നിങ്ങൾ ഫുട്ബോൾ കളിക്കുന്നത് അതൊരു പ്രൊസീജിയറൽ മെമ്മറിയാണ്. ടെന്നീസ് ബോൾ കളിക്കുന്നു അതൊരു പ്രൊസീജിയറൽ മെമ്മറിയാണ്. കാർ റൈഡ് ചെയ്യാൻ പഠിക്കുന്നു, ബൈക്ക് റൈഡ് ചെയ്യാൻ പഠിക്കുന്നു, ഡ്രൈവ് ചെയ്യാൻ പഠിക്കുന്നു, ഇതെല്ലാം എന്താണ്? പ്രൊസീജിയറൽ മെമ്മറിയിലാണ് വരുന്നത്. പ്രോസസ്സ്, നമ്മൾ പഠിച്ച ഓരോ പ്രോസസ്സുകൾ. ഡിക്ലറേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള മനസ്സിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുന്നതാണ്, നമ്മളത് പ്രവർത്തിക്കുന്നില്ല, നമുക്ക് അറിയാം എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഡിക്ലറേറ്ററി ആയിട്ടുള്ള മെമ്മറി. അതിൽ തന്നെ അബ്സ്ട്രാക്ട് നോളജും ഫാക്റ്റും GK ഒക്കെ വരുന്നത് സെമാൻറ്റിക് മെമ്മറിയും, ഡേറ്റ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എപ്പിസോഡിക് ടൈം ഡ്യൂറേഷൻ അനുസരിച്ചുള്ളത് എപ്പിസോഡിക് മെമ്മറി എന്നാണ് പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എ, സെമാൻറ്റിക് മെമ്മറി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അടുത്തൊരു 10 ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസും 10 ടോപ്പിക്കുകളുമാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞത്. ഈ ടോപ്പിക്കുകൾക്ക് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ആ ടോപ്പിക്ക് നിങ്ങൾ തിയറി നന്നായിട്ട് തറവാക്കുക. അത് കഴിഞ്ഞ് അതിലുള്ള MCQs പ്രാക്ടീസ് ചെയ്യുക. ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ് ടു ഗെറ്റ് എ ജോബ്. നിങ്ങളുടെ എക്സാം നന്നായിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. മെയിനായിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്നും തിയറിയിലോട്ട് പോയി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബോറ് അവിടെ ഉണ്ടാകത്തില്ല, ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറും നിങ്ങൾ സ്വയം ഓരോ ഓപ്ഷൻ്റെ മീനിങ് മനസ്സിലാക്കി അതിൽ നിന്നും ആൻസർ കണ്ടെത്തി കഴിഞ്ഞാൽ ആ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് പിന്നെ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ക്ലാസ് ഇവിടെ നമ്മൾ ഫിനിഷ് ചെയ്യാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോയിലൊന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറന്നു പോകരുത്. കൂട്ടുകാർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുകയും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.